അപ്പം നമ്മൾ 9ാം ക്ലാസ് കെമിസ്ട്രിയിലെ 7th ചാപ്റ്റർ നോൺ മെറ്റൽസ് അലോഹങ്ങൾ എന്നുള്ള ചാപ്റ്ററാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് കാർബണിൻ്റെ കോമ്പൗണ്ട്സ്, അതായത് കാർബണിൻ്റെ സംയുക്തങ്ങൾ ഏതൊക്കെയാണ്, വിച്ച് ആർ ദ കാർബൺ കോമ്പൗണ്ട്സ് ദാറ്റ് യു നോ, നിങ്ങൾക്കറിയാവുന്ന കാർബൺ സംയുക്തങ്ങൾ ഏതൊക്കെയാണ്. ഏറ്റവും മെയിനായിട്ട് നമുക്ക് ഏറ്റവും ആദ്യം അറിയുന്നത് എന്തായിരിക്കും? കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേ. കാർബൺ ഡൈ ഓക്സൈഡ് അറിയാം, CO2 ആണ് അതിൻ്റെ ഫോർമുല. ദെൻ കാർബൺ മോണോക്സൈഡ് ഉണ്ട് അല്ലേ, CO. ദെൻ ഗ്ലൂക്കോസ് C6H12O6. ദെൻ ഷുഗർ ഉണ്ട് അല്ലേ, ഷുഗറിൻ്റെത് C12H22O11 ആണ്. ദെൻ മീഥെയിൻ CH4. ഇതൊക്കെ നമ്മൾക്ക് അറിയാവുന്ന കാർബണിൻ്റെ കോമ്പൗണ്ട്സ്, കാർബണിൻ്റെ സംയുക്തങ്ങളാണ്. ഓക്കെ, വിച്ച് ഓഫ് ദീസ് കോമ്പൗണ്ട്സ് കണ്ടെയ്ൻ കാർബൺ ആൻഡ് ഹൈഡ്രജൻ. അപ്പോൾ നമ്മുടെ ഇംഗ്ലീഷ് ടെക്സ്റ്റിൽ കാർബണും ഹൈഡ്രജനും തമ്മിലുള്ള കോമ്പൗണ്ടും മലയാളത്തിൽ കാർബണും ഓക്സിജനും ചേർന്നുണ്ടാകുന്ന സംയുക്തങ്ങളും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കാർബൺ ഓക്സിജൻ കോമ്പൗണ്ട് പഠിക്കുന്നത് കൊണ്ട് തന്നെ നമുക്കിവിടെ കാർബൺ ഹൈഡ്രജൻ എന്ന് തൽക്കാലം ഒഴിവാക്കിയിട്ട് കാർബൺ ഓക്സിജൻ എന്നുള്ളത് നോക്കാം. ഓക്കെ, കാർബണും ഓക്സിജനും കമ്പൈൻ ചെയ്തിട്ടുണ്ടാകുന്ന കോമ്പൗണ്ട്സ്, സംയുക്തങ്ങൾ ഏതൊക്കെയാണ്? കാർബൺ ഡൈ ഓക്സൈഡും കാർബൺ മോണോക്സൈഡുമാണ്. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ ആദ്യം പഠിക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അപ്പോൾ വാട്ട് ഈസ് എ മേജർ കോമ്പൗണ്ട് പ്രൊഡ്യൂസ്ഡ് വെൻ കാർബൺ ഓർ കാർബൺ കോമ്പൗണ്ട്സ് ബേൺ ഇൻ എയർ. അതായത് കാർബണിൻ്റെ സംയുക്തങ്ങളോ എയറിൻ്റെ സാന്നിധ്യത്തിൽ, അതായത് വായുവിൻ്റെ സാന്നിധ്യത്തിൽ ബേൺ ചെയ്യുമ്പോൾ, കത്തുന്ന സമയത്ത് അവിടെ ഉണ്ടാവുന്ന പ്രൊഡക്റ്റ്, ഉൽപ്പന്നം എന്താണെന്ന് നമുക്കറിയാം അല്ലേ. എന്താണ് ഉണ്ടാവുന്നത്? അവിടെ ഉണ്ടാവുന്ന പ്രധാനപ്പെട്ട ഉൽപ്പന്നം അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഓക്കെ, ലെറ്റ് us examine the properties of carbon dioxide and carbon monoxide. അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും കാർബൺ മോണോക്സൈഡിൻ്റെയും പ്രോപ്പർട്ടീസ് ആണ്. ഓക്കെ, അതിൽ ആദ്യം നമ്മൾ ലബോറട്ടറി പ്രിപ്പറേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ലബോറട്ടറി പ്രിപ്പറേഷൻ, പരീക്ഷണശാലയിലെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ നിർമ്മാണമാണ് ആദ്യം പഠിക്കുന്നത്. അപ്പോൾ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ഒരു ഫ്ലാസ്കിനകത്ത് കാൽസ്യം കാർബണേറ്റും ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് HCl എടുത്തിട്ടുണ്ട്. ദെൻ അവിടെ എന്ത് നടക്കും? റിയാക്ഷൻ നടക്കും അല്ലേ. അപ്പോൾ റിയാക്ഷൻ്റെ ഫലമായിട്ട് നമ്മൾക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഉൽപ്പന്നം എന്ന് പറയുന്നത് എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ കാര്യങ്ങളിലേക്ക് പോകാം. വാട്ട് ആർ ദ റിയാക്റ്റൻസ് യൂസ്ഡ് ഹിയർ. അപ്പോൾ ഇവിടെ ഉള്ള അഭികാരങ്ങൾ ഏതൊക്കെയാണ് അഭികാരങ്ങൾ എന്ന് പറയുന്നത്? ഏതൊക്കെ വസ്തുക്കൾ റിയാക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഏതൊക്കെ വസ്തുക്കൾ തമ്മിൽ പ്രവർത്തിക്കുമ്പോഴാണോ നമ്മൾക്ക് കാർബൺ ഡൈ ഓക്സൈഡ്, അല്ലെങ്കിൽ നമുക്കിവിടെ കാർബൺ ഡൈ ഓക്സൈഡ് ആണ്, അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ലഭിക്കുന്നത്. അവയാണ് നമ്മളെന്ന് പറയുന്നത് അഭികാരങ്ങൾ അല്ലെങ്കിൽ റിയാക്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ റിയാക്റ്റൻസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? കാൽസ്യം കാർബണേറ്റും ഡൈല്യൂട്ട് HCl-ഉമാണ്. ഓക്കെ, അപ്പോൾ കാൽസ്യം കാർബണേറ്റ് ആൻഡ് ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഓക്കെ, കംപ്ലീറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ ഓഫ് ദി റിയാക്ഷൻ. അപ്പോൾ ഇവിടെ ഈ കെമിക്കൽ റിയാക്ഷൻ്റെ, ഇവിടെ നടക്കുന്ന രാസപ്രവർത്തനത്തിൻ്റെ ഇക്വേഷൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. കാൽസ്യം കാർബണേറ്റിൻ്റെ കെമിക്കൽ ഫോർമുല CaCO3 ആണ്. ദെൻ HCl 2HCl ഗിവ്സ്. അപ്പോൾ കാൽസ്യം കാർബണേറ്റ് 2HCl-ഉമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് എന്താണ് കിട്ടുന്നത്? CaCl2 കാൽസ്യം ക്ലോറൈഡ് പ്ലസ് H2O വാട്ടർ പ്ലസ് എന്താണ് ഉണ്ടാവുന്നത്? ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡും കൂടി ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇവിടെ ലഭിക്കുന്ന പ്രൊഡക്ട്സ് അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങൾ ഏതൊക്കെയാണ്? കാൽസ്യം ക്ലോറൈഡ് ലഭിക്കുന്നുണ്ട്, H2O വാട്ടർ ലഭിക്കുന്നുണ്ട്, ദെൻ അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് ലഭിക്കുന്നുണ്ട്. ഓക്കെ, ഹൗ ക്യാൻ വി ഐഡൻറ്റിഫൈ ദ ഗ്യാസ് ദാറ്റ് ഫോംഡ് ഈസ് കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ ഇവിടെ നമുക്ക് ലഭിച്ച വാതകം, ഗ്യാസ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് എന്ന് നമുക്ക് എങ്ങനെയാണ് തിരിച്ചറിയാൻ പറ്റുക? നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ ലഭിച്ചിരിക്കുന്ന വാതകത്തെ നമ്മൾ ലൈം വാട്ടറിലൂടെ, അതായത് ചുണ്ണാമ്പ് വെള്ളത്തിലൂടെ കടത്തിവിടുകയാണെങ്കിൽ ചുണ്ണാമ്പ് വെള്ളത്തിൻ്റെ കളർ എന്തായി മാറും? മിൽക്കി ആയിട്ട് മാറും, അതായത് പാലിൻ്റെ നിറമായിട്ട് മാറുന്നു. ഓക്കെ, അതായത് ലൈം വാട്ടർ ടേൺസ് മിൽക്കി. അപ്പോൾ നമ്മൾ ഓർത്ത് വെക്കേണ്ടതാണ് കാർബൺ ഡൈ ഓക്സൈഡിനെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് അതായത് ലൈം വാട്ടറിലൂടെ, ചുണ്ണാമ്പ് വെള്ളത്തിലൂടെ കടത്തിവിടുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? അതിൻ്റെ കളറ് മിൽക്കി ആയിട്ട് മാറും, അതായത് പാൽ വെള്ളയായിട്ട് മാറും, പാലിൻ്റെ നിറമായിട്ട് മാറുന്നു. ഓക്കെ, അപ്പോൾ ആ കളർ അങ്ങനെ മാറുന്നുണ്ട് എങ്കിൽ അവിടെ നമ്മൾ കടത്തിവിട്ട വാതകം ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ലബോറട്ടറി പ്രിപ്പറേഷൻ മനസ്സിലായി കഴിഞ്ഞു. ഇനി നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ യൂസസ് നോക്കാം. ഓക്കെ, കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് യൂസ്ഡ് ഇൻ ഫയർ എക്സ്റ്റിങ്ക്വിഷേഴ്സ്, അതായത് അഗ്നിശമനികളിൽ നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിക്കാറുണ്ട്. ദെൻ ടു മേക്ക് സോഡ വാട്ടർ ആൻഡ് സോഫ്റ്റ് ഡ്രിങ്ക്സ്, ദെൻ സോഡയും അതേപോലെ സോഫ്റ്റ് ഡ്രിങ്കുകളൊക്കെ നിർമ്മാണത്തിന് ഉപയോഗിക്കാറുണ്ട്? കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിക്കാറുണ്ട്. ദെൻ മാനുഫാക്ചറിങ് ഓഫ് വാഷിംഗ് സോഡ ആൻഡ് ബേക്കിംഗ് സോഡ, അലക്കുകാരവും അപ്പക്കാരവും ഒക്കെ നിർമ്മിക്കുന്നതിൽ ഉപയോഗിക്കാറുണ്ട്? കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിക്കാറുണ്ട്. ദെൻ ഇൻ ദി മാനുഫാക്ചർ ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ലൈക്ക് യൂറിയ, അപ്പോൾ യൂറിയ പോലെയുള്ള
രാസവളങ്ങളുടെ നിർമ്മാണത്തിന് കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, ഇൻ കാർബോജൻ വിച്ച് ഈസ് യൂസ്ഡ് ഫോർ ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ, അതായത് കൃത്രിമ ശ്വാസോച്ഛ്വാസത്തിന് ഉപയോഗിക്കുന്ന കാർബോജനിൽ 5% എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അതായത് 95% ഓക്സിജനും 5% കാർബൺ ഡൈ ഓക്സൈഡും ആണ്. ഓക്കെ, ദെൻ സോളിഡ് ആയിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ നമ്മൾ ഡ്രൈ ഐസ് എന്നാണ് പറയാറ്. അത് യൂസ് ചെയ്യുന്നത് നമ്മൾ സ്റ്റേജ് ഷോസിലൊക്കെ സ്മോക്കി എഫക്റ്റ്, അതായത് സ്മോക്ക് ഇടാറില്ലേ, നൈറ്റിലൊക്കെ സ്റ്റേജ് ഷോകളിൽ നല്ല സ്മോക്ക് എഫക്റ്റ് ഇടുന്നതിന് വേണ്ടിയിട്ട് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ സോളിഡ് സ്റ്റേറ്റ്, അതായത് ഡ്രൈ ഐസാണ് ഉപയോഗപ്പെടുത്തുന്നത്. കാർബണിൻ്റെ കോമ്പൗണ്ട്സോ കാർബണിൻ്റെ സംയുക്തങ്ങളോ എയറിൻ്റെ പ്രസൻസിൽ ബേൺ ചെയ്യുമ്പോൾ, എയറിൻ്റെ സാന്നിധ്യത്തിൽ കത്തുന്ന സമയത്ത് അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവുന്നു എന്ന് പറഞ്ഞു. ഓക്കെ, ഇനി ഈ കമ്പഷൻ്റെ സമയത്ത്, അതായത് ഈ ജ്വലനത്തിൻ്റെ സമയത്ത് കാർബണിൻ്റെ അളവ് വളരെ കൂടുതലും ഓക്സിജൻ്റെ അളവ് കുറവുമാണെങ്കിൽ, അതായത് ഓക്സിജൻ്റെ എമൗണ്ട് കുറവും അതേപോലെ കാർബണിൻ്റെ അളവ് കൂടുതലുമാണെങ്കിൽ ഈ റിയാക്ഷൻ്റെ സമയത്ത് അല്ലെങ്കിൽ ഇവിടെ നടക്കുന്ന പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് കാർബണും ഓക്സിജനും കമ്പൈൻ ചെയ്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡിന് പകരം എന്താണ് ഉണ്ടാവുന്നത്? കാർബൺ മോണോക്സൈഡാണ് ഉണ്ടാവുന്നത്. ഓക്കെ, കാർബൺ മോണോക്സൈഡ് ഒരു പോയിസണസ് ഗ്യാസ് ആണ്, അതായത് ഒരു വിഷവാതകമാണ്. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് അത് വിഷവാതകമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളത് ശ്വാസോച്ഛ്വാസത്തിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ, നമ്മളുടെ അകത്ത് ചെല്ലുകയാണെങ്കിൽ അത് കാർബൺ മോണോക്സൈഡ് നമ്മുടെ ഹീമോഗ്ലോബിനുമായിട്ട്, അതായത് ബ്ലഡിനകത്തുള്ള രക്തത്തിലുള്ള ഹീമോഗ്ലോബിനുമായിട്ട് പ്രവർത്തിച്ച് എന്ത് ഫോം ചെയ്യുന്നു? കാർബോക്സി ഹീമോഗ്ലോബിൻ ഫോം ചെയ്യുന്നു. ഓക്കെ, കാർബൺ മോണോക്സൈഡ് റിയാക്ട് വിത്ത് ദി ഹീമോഗ്ലോബിൻ ഇൻ ദി ബ്ലഡ് ആൻഡ് ഫോംസ് കാർബോക്സി ഹീമോഗ്ലോബിൻ, അതായത് നമ്മുടെ ശരീരത്തിലെ രക്തത്തിനകത്തുള്ള ഹീമോഗ്ലോബിനുമായിട്ട് കാർബൺ മോണോക്സൈഡ് പ്രവർത്തിച്ച് അവിടെ എന്തുണ്ടാവുന്നു? കാർബോക്സി ഹീമോഗ്ലോബിനായിട്ട് മാറുന്നു. ഓക്കെ, ആസ് എ റിസൾട്ട് ദ കപ്പാസിറ്റി ഓഫ് ബ്ലഡ് ടു ക്യാരി ഓക്സിജൻ ഈസ് ഡിക്രീസ്ഡ്, അതായത് എന്താണ്? ഈ കാർബോക്സി ഹീമോഗ്ലോബിൻ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ രക്തത്തിന് ഓക്സിജനെ ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റി കുറയുന്നു. അത് ഏതിലേക്ക് നയിക്കുന്നു? മരണത്തിലേക്ക് നയിക്കുന്നു. ഓക്കെ, അപ്പോൾ കാർബൺ മോണോക്സൈഡിൻ്റെ യൂസസ്, ഉപയോഗങ്ങൾ നോക്കാം. ആസ് എ ഗ്യാഷ്യസ് ഫ്യൂൽ, അപ്പോൾ കാർബൺ മോണോക്സൈഡ് ഒരു വാതക ഇന്ധനമായിട്ട് ഉപയോഗിക്കാറുണ്ട്. ദെൻ ടു പ്രൊഡ്യൂസ് ഇൻഡസ്ട്രിയൽ ഫ്യൂവൽസ് ലൈക്ക് വാട്ടർ ഗ്യാസ് ആൻഡ് പ്രൊഡ്യൂസർ ഗ്യാസ്, അതായത് വ്യാവസായിക ഇന്ധനങ്ങളായ വാട്ടർ ഗ്യാസ്, പ്രൊഡ്യൂസർ ഗ്യാസ് പോലെയുള്ളവ നിർമ്മിക്കാൻ കാർബൺ മോണോക്സൈഡ് ഉപയോഗിക്കാറുണ്ട്. ആസ് എ റെഡ്യൂസിങ് ഏജൻറ്റ് ഇൻ മെറ്റലർജി, അതായത് ലോഹ നിർമ്മാണത്തിലെ എന്താണ്? റെഡ്യൂസിങ് ഏജൻറ്റ് അല്ലെങ്കിൽ നിരോക്സീകാരിയായിട്ട് കാർബൺ മോണോക്സൈഡ് ഉപയോഗിക്കാറുണ്ട്. അടുത്തത് കാർബണേറ്റ്സും ബൈകാർബണേറ്റ്സും, കാർബണേറ്റ്സ് ആൻഡ് ബൈകാർബണേറ്റ്സ്. ഓക്കെ, അതർ കോമ്പൗണ്ട്സ് കണ്ടെയ്നിങ് കാർബൺ ആർ കോൾഡ് കാർബണേറ്റ്സ് ആൻഡ് ബൈകാർബണേറ്റ്സ്, അതായത് കാർബൺ ഡൈ ഓക്സൈഡും കാർബൺ മോണോക്സൈഡും കൂടാതെ കാർബൺ അടങ്ങിയിട്ടുള്ള മറ്റ് കാർബൺ സംയുക്തങ്ങളെ അല്ലെങ്കിൽ കാർബൺ കോമ്പൗണ്ടുകളെ നമ്മൾ പറയുന്ന പേരാണെന്ത്? കാർബണേറ്റ്സ് അല്ലെങ്കിൽ ബൈകാർബണേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സാമ്പിൾ എന്ന് പറയുന്നത് വാഷിംഗ് സോഡ, അലക്കുകാരം, അതേപോലെ ബേക്കിംഗ് സോഡ, അപ്പക്കാരം, ദെൻ മാർബിൾ, കാൽസ്യം കാർബണേറ്റ്, അതൊക്കെയാണ് എന്തിന് എക്സാമ്പിൾ? കാർബണേറ്റുകൾക്കും ബൈകാർബണേറ്റുകൾക്കൊക്കെ എക്സാമ്പിൾ. ഓക്കെ, ഈ കാർബണേറ്റ് അല്ലെങ്കിൽ ബൈകാർബണേറ്റ് എന്ന് പറയുന്നത് കാർബോണിക് ആസിഡിൻ്റെ എന്താണ്? ലവണങ്ങളാണ്. കാർബോണിക് ആസിഡിൻ്റെ സാൾട്ട്സിനെയാണ് നമ്മളെന്ത് പറയുന്നത്? കാർബണേറ്റ്സ് അല്ലെങ്കിൽ ബൈകാർബണേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് എങ്ങനെയാണ് കാർബണേറ്റ് ലവണങ്ങളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുക? ഓക്കെ, അപ്പോൾ നമുക്കതിനൊരു എക്സ്പെരിമെൻ്റ് അല്ലെങ്കിൽ അതിനുള്ള മെത്തേഡ് അവിടെ തന്നിട്ടുണ്ട്. ആഡ് ബേരിയം ക്ലോറൈഡ് സൊല്യൂഷൻ ടു ദ ഗിവൺ സാൾട്ട് സൊല്യൂഷൻ. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന സാൾട്ട് സൊല്യൂഷനിലേക്ക് ഏതാണ് ആഡ് ചെയ്യേണ്ടത്? ബേരിയം ക്ലോറൈഡ് സൊല്യൂഷൻ ആഡ് ചെയ്യാം. അപ്പോൾ അവിടെ നമുക്ക് ലഭിക്കുന്ന ഒബ്സർവേഷൻ എന്ന് പറയുന്നത് ഒരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ആയിരിക്കും. അതായത് ഏതൊരു സാൾട്ട് സൊല്യൂഷൻ എടുത്തു കഴിഞ്ഞാലും അതിലേക്ക് ബേരിയം ക്ലോറൈഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്കൊരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ്, ഒരു വെളുത്ത അവക്ഷിപ്തം ലഭിക്കും. ഓക്കെ, ആഡ് ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ടു ദി വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഫോംഡ്. അപ്പോൾ അവിടെ ലഭിക്കുന്ന ആ വെളുത്ത അവക്ഷിപ്തത്തിലേക്ക് അല്ലെങ്കിൽ ആ വൈറ്റ് പ്രസിപ്പിറ്റേറ്റിലേക്ക് കുറച്ച് ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ്, അതായത് കുറച്ച് നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിനുശേഷം നമ്മൾക്ക് കിട്ടുന്ന ഒബ്സർവേഷൻ അല്ലെങ്കിൽ ലഭിക്കേണ്ട ഒബ്സർവേഷൻ എന്ന് പറയുന്നത് ഇഫ് ദിസ് വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഈസ് സോല്യൂബിൾ ഇൻ ഡൈല്യൂട്ട് HCl. അപ്പോൾ ഈ ലഭിച്ച വെളുത്ത അവക്ഷിപ്തം HCl സൊല്യൂബിൾ ആണെങ്കിൽ അല്ലെങ്കിൽ HCl ലയിച്ചു പോകുന്നതാണെങ്കിൽ ഈ സാൾട്ട് അല്ലെങ്കിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന സാൾട്ട് എന്ന് പറയുന്നത് എന്താണ്? കാർബണേറ്റ് ആണ്. ഓക്കെ, ഇൻസൊല്യൂബിൾ ആണെങ്കിൽ, അതായത് നമ്മൾക്ക് ലഭിച്ച വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഡൈല്യൂട്ട് HCl ഇൻസൊല്യൂബിൾ ആണെങ്കിൽ, അതായത് എന്താണ്? നമുക്ക് ലഭിച്ച വെളുത്ത അവക്ഷിപ്തം ഈ പറയുന്ന ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡിൽ ലയിക്കുന്നില്ല എങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന സാൾട്ട് അല്ലെങ്കിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ലവണം എന്ന് പറയുന്നത് എന്താണ്? ഒരു കാർബണേറ്റ് അല്ല. ഓക്കെ, കാർബണിൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്
ടിക്ക് ദ പ്രോപ്പർട്ടീസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഫ്രം ദി ഫോളോയിങ്. അപ്പോൾ താഴെ തന്നിട്ടുള്ളതിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് ഒന്ന് ടിക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, കളേർഡ്, കളർലെസ്. കാർബൺ ഡൈ ഓക്സൈഡ് ഒരു കളേർഡ് വാതകമാണോ, കളർലെസ് ആണോ? കളർലെസ് ആണ്. ഓക്കെ, ദെൻ ഹെൽപ്സ് കമ്പേഷൻ, ഡസ് നോട്ട് ഹെൽപ്പ് കമ്പേഷൻ. ജ്വലനത്തിന് സഹായിക്കുന്നു, ജ്വലനത്തിന് സഹായിക്കുന്നില്ല. അപ്പോൾ ജ്വലനത്തിന് സഹായിക്കാത്ത, ഡസ് നോട്ട് ഹെൽപ്പ് കമ്പേഷൻ. ഓക്കെ, ഓർഡറസ് ഓർ ഓർഡർലെസ്, അതായത് ഗന്ധമുള്ളത്, ഗന്ധമില്ലാത്തത്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഒരു ഓർഡർലെസ്, ഗന്ധമില്ലാത്ത വാതകമാണ്. ഓക്കെ, ഡെൻസർ ദാൻ എയർ, ലൈറ്റർ ദാൻ എയർ. വായുവിനേക്കാൾ സാന്ദ്രത കൂടുതലാണോ, കുറവാണോ? ഇറ്റ് ഈസ് ഡെൻസർ ദാൻ എയർ. വായുവിനേക്കാളും സാന്ദ്രത കൂടുതലാണ്. ഓക്കെ, അക്വസ് സൊല്യൂഷനിൽ അസിഡിക് ഓർ ബേസിക്, അതായത് ജലീയ ലായനിയിൽ അസിഡിക് സ്വഭാവമാണോ ബേസിക് സ്വഭാവമാണോ കാണിക്കുന്നത്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് അക്വസ് സൊല്യൂഷനിൽ, ജലീയ ലായനിയിൽ അസിഡിക് നേച്ചറാണ് കാണിക്കുന്നത്, അസിഡിക് സ്വഭാവമാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് മൊത്തത്തിൽ പ്രോപ്പർട്ടീസ്, കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ പ്രോപ്പർട്ടീസ് ഒന്ന് പറയാം. കളർലെസ് ആണ്, ഓർഡർലെസ് ആണ്, എയറിനേക്കാളും ഡെൻസർ, വായുവിനേക്കാളും സാന്ദ്രത കൂടുതലാണ്, അക്വ സൊല്യൂഷനിൽ അസിഡിക് നേച്ചറാണ്, കമ്പേഷന് ഹെൽപ്പ് ചെയ്യാത്ത, ഡസ് നോട്ട് ഹെൽപ്പ് ഇൻ കമ്പേഷൻ. അപ്പോൾ ഇത്ര 5 പ്രോപ്പർട്ടീസാണ് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെത്. ഓർത്ത് വെക്കുക. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് കോളം എയും കോളം ബിയുമായിട്ട് മാച്ച് ചെയ്യാനൊരു ക്വസ്റ്റ്യനും കൂടി ഇവിടെ തന്നിട്ടുണ്ട്. എ കോളത്തിൽ വാഷിംഗ് സോഡ, കാർബൺ മോണോക്സൈഡ് പ്ലസ് ഹൈഡ്രജൻ, ബേക്കിംഗ് സോഡ തന്നിട്ടുണ്ട്. ബിയിൽ NaHCO3, Na2CO3, 10H2O, പ്രൊഡ്യൂസർ ഗ്യാസ്, വാട്ടർ ഗ്യാസ്. അപ്പോൾ വാഷിംഗ് സോഡയുടെ കെമിക്കൽ ഫോർമുല, രാസസൂത്രം അവിടെ തന്നിട്ടുണ്ടെന്നാണ് Na2CO3, 10H2O ആണ്. ദെൻ കാർബൺ മോണോക്സൈഡ് പ്ലസ് ഹൈഡ്രജൻ അറിയപ്പെടുന്നത് എന്താണ്, വാട്ടർ ഗ്യാസ് എന്നാണ്. ഓക്കെ, ദെൻ ബേക്കിംഗ് സോഡ NaHCO3 ആണ്. ഓക്കെ.